നമ്മുടെ കൂടെയുണ്ടായിരുന്ന, കൂടെ പഠിച്ച, കൂടെ ജീവിച്ച, ജോലി ചെയ്ത പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. നമ്മൾ മാത്രം ഇവിടെ ബാക്കിയായി. ഇനി നമ്മളും ഒരു ദിവസം അവരോട് കൂടെ നമ്മളും ചേരും. എന്ന്, എപ്പോൾ, എങ്ങനെ എന്നതിൽ മാത്രമാണ് അവ്യക്തത നിലനിൽക്കുന്നത്. അത് നമ്മളെ വീട്ടിൽ കിടന്ന് നമ്മുടെ ഇണയുടെ മടിയിൽ തലവെച്ച് സമാധാനപൂർവമായ ഒരു മരണമായിരിക്കുമോ? അതല്ല, തിരക്കു പിടിച്ച റോഡിൽ രക്തം വാർന്നുകൊണ്ട് വളരെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലാണോ നമ്മൾ യാത്ര പറയുക? ഇനി അതല്ല, എല്ലാ ദ്വാരങ്ങളിലൂടെയും ട്യൂബിട്ടുകൊണ്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ ബീപ്പ് സൗണ്ടുകൾക്കിടയിലെ ഒരു വലിയ ICUവിൽ കിടന്നിട്ടാണോ നമ്മൾ യാത്ര പറയുക? ഇതൊന്നും ആർക്കും നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് യാത്രയാകും. ജനിച്ചവരൊക്കെ മരിക്കും, അത് സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖായ സൃഷ്ടികളിൽ ഏറ്റവും ആദരവാക്കപ്പെട്ട സൃഷ്ടിയായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം, നബി മരണാസന്നനായി കിടക്കുന്ന സന്ദർഭങ്ങൾ പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലും നമ്മൾ വായിച്ചതും കേട്ടതുമാണ്. അത് കേട്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല. കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചാരത്തേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ എന്തോ പറയുകയും ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയും ചെയ്തു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ചെവിയിൽ എന്തോ വീണ്ടും പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ചിരിച്ചു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരുന്നുണ്ട് എന്തിനാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം കരഞ്ഞത്. ഉപ്പ തൻ്റെ റബ്ബിങ്കലേക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. അള്ളാൻ്റെ റസൂല് മരിക്കാൻ പോവാണ്, എൻ്റെ പൊന്നാര വാപ്പ മരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. അതെന്തിനാണ് സഹോദരങ്ങളെ? നബി കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുന്നത്, എനിക്ക് ശേഷം ആദ്യമായി മരിക്കുന്നത് നീയായിരിക്കും. നബി കുടുംബത്തിൽ നിന്ന് നിൻ്റെ അടുത്തേക്ക് ആദ്യം വരാൻ പോണത് നീയായിരിക്കും. നബി മരിച്ച 6 മാസം കഴിഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. അത് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്നാണ് പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരുമോ? ഒരു 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ പടച്ചോൻ്റെ അടുത്തേക്ക് പോകുന്നു നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചിരി വരുമോ സഹോദരങ്ങളെ? പക്ഷേ അള്ളാൻ്റെ റസൂലിൻ്റെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ പോവാണ്. അപ്പോഴാണ് കരഞ്ഞത്. അതറിഞ്ഞപ്പോഴാണ് കരഞ്ഞത്. സഹോദരങ്ങളെ, മരണമെന്ന കവാടത്തിലൂടെ നമ്മളെല്ലാവരും തിരിച്ചു പോകും. നമ്മളൊക്കെ അല്ലാഹുവിങ്കിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മുടെ വല്യാപ്പ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലായിരുന്നു. അവിടെ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടതാണ്. തിരിച്ച് നമ്മളെല്ലാവരും അങ്ങോട്ട് തിരിച്ചു പോകും. എന്നിട്ട് നഷ്ടപ്പെട്ടതെല്ലാം ഒരു വിശ്വാസിക്ക് അവിടെ കിട്ടും. നമുക്ക് നഷ്ടപ്പെട്ട വാപ്പാനെയും ഉമ്മാനെയും ആരൊക്കെയോ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരൻ, അവരൊക്കെ വീണ്ടെടുക്കാൻ മരണമെന്ന കവാടത്തിലൂടെ സഞ്ചരിച്ച ഒരു വിശ്വാസിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത്. മരിച്ചാൽ വീണ്ടും നബിനെ കാണാം, നബിനോട് സംസാരിക്കാം, നബിയുടെ അടുത്തേക്ക് വീണ്ടും എത്താം എന്ന പൂർണ്ണ അറിവുള്ളത് കൊണ്ടാണ്
അവർ ചിരിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരു മരണത്തെ നമ്മൾ തയ്യാറെടുക്കേണ്ടത്, നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ മരണാനന്തരം അല്ലാഹുവിനെ കാണുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഒരു ചെറിയ ആയുസ്സിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാകുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് അതിന് നമ്മൾ തയ്യാറെടുക്കണം. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 2-3 വർഷം മുമ്പ്, കോവിഡിൻ്റെ കുറച്ച് മുമ്പ്, ഈ തിരൂര് ഭാഗത്തുള്ള ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴുത്തൊടിഞ്ഞ് കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് വാരിയല്ലുകളൊക്കെ തകർന്ന് ബ്ലീഡിങ് ആയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ICUയിൽ കിടക്കുകയാണ്. കൊണ്ടുവന്ന് നേരെ ICUയിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കിണറ്റിൽ വീണതാണ്. കാലങ്ങളായി കോഴിപ്പീടി നടത്തുന്ന ആളാണ്. കാലങ്ങളായി ഒരേ സ്ഥലത്ത് കോഴിപ്പീടി നടത്തുന്ന ആളാണ്. അയാൾക്കറിയാം അയാളെ പീടിയൻ്റെ കുറച്ച് അപ്പുറത്തൊരു പൊട്ടക്കിണറുണ്ട് എന്ന്. അപ്പോൾ ഒരു നാടൻ കോഴി അയാളെ കൂട്ടുന്ന ഇറങ്ങി മണ്ടി അറക്കാൻ നേരത്ത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിയതാണ് അയാൾ. അയാൾക്ക് അറിയണ കിണറാണ്. കാലങ്ങളായിട്ട് അയാളെ പീടിയുണ്ട്, അതിൻ്റെ കുറച്ച് ബാക്ക്കൂടെ പോയ ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ ആ കോഴിൻ്റെ പിന്നാലെ കൂടിയിട്ട് അയാൾ ആ കിണറ്റിലേക്ക് വീണ്. വളരെ ഗുരുതരമായ പരിക്കാണ്. BP ഒക്കെ കുറവാണ്, ഓക്സിജൻ്റെ അളവ് കുറവാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വാരിയലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്, നട്ടെല്ല് പൊട്ടി, വളരെ അപകടകരമായ രീതിയിലാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ICUക്ക് മാറ്റി ഇങ്ങനെ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണ ബദ്ധപ്പാട് കാണുമ്പം അയാൾ എന്നോട് ചോദിച്ചാണ്, ഞാൻ മരിക്കൂല്ലോ അല്ലേ ഡോക്ടറെ? നിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് എൻ്റെ കാര്യം ഭയങ്കര സീരിയസ് ആണ് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ബാക്കിയാവും എനിക്ക് തോന്നണില്ല. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ വൈകി കല്യാണം കഴിച്ചതാണ്. ഒരു 10-48 വയസ്സുണ്ടാവും. കുട്ടികളുണ്ടാകാനും പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. ഇപ്പം ഉണ്ടായിട്ടുള്ളൂ 2 വയസ്സോ 3 വയസ്സ് എൻ്റെ കുട്ടിക്കായിട്ടുള്ളൂ. എത്ര 2-3 വയസ്സ്. ആ കുട്ടീനും പെണ്ണുങ്ങളൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാണ്. അങ്ങനെ അത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞേക്ക് അയാൾ മരിച്ചു. അപ്പോൾ ഇതിൽ നമ്മളെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് ആ ചോദ്യമാണ്. അയാൾക്ക് മരിക്കുന്ന അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഞാൻ ഇനി ബാക്കിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ ആഗ്രഹം പറഞ്ഞു. രണ്ടാമത് പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസി വന്ന് എന്നോട് സംസാരിച്ചു. അയാൾ പറഞ്ഞത്, എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ നാട്ടുകാർ പിരിവിട്ട് തരും, അയാളെ രക്ഷപ്പെടുത്തണം എന്നാണ്. ബില്ല് നിങ്ങൾ നോക്കണ്ട, അയാളെ സാമ്പത്തിക ശേഷി നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ നാട്ടുകാർ തരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അയാളെ കഴുത്തൊടിഞ്ഞ് കയ്യും കാലൊക്കെ ചലനശേഷിയൊന്നുമില്ല, അയാളപ്പം അങ്ങനെ രക്ഷപ്പെടും? വെറുതെ ഒരു ജിജ്ഞാസ കൊണ്ട് ഞാൻ ചോദിച്ചു. എന്തൊരു ഒരു അയൽവാസിക്ക് ഒരാളോടുള്ള സ്നേഹമുള്ളത് കാണുന്നത്. അപ്പോൾ അയാളിപ്പോൾ രക്ഷപ്പെട്ടാലും അയാളിങ്ങനെ ബെഡിൽ കിടക്കുള്ളൂ ഇനി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ആ കുട്ടിയാൾക്ക് ബാപ്പാനെങ്ങനെ കാണാമല്ലോ എന്നാണ്. ഇതേപോലെ തന്നെ പണ്ട് ഒരു കഴുത്തിന് താഴെ തളർന്ന് കയ്യും കാലൊക്കെ തളർന്നു പോയിട്ട് ഒരാൾ കാലങ്ങളായിട്ട് കിടപ്പിലാണ്. അയാൾക്ക് ന്യൂമോണിയ വന്ന് അയാൾ ICUയിൽ അഡ്മിറ്റാണ്. അപ്പോൾ അയാൾ ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ അയാളെ ഭാര്യ അവിടെ നിന്ന് കരഞ്ഞ് പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആകെ അയാൾ ഒച്ച ഉണ്ടാക്കുക മാത്രം ചെയ്യുക, ചായ വേണം ഇത് വേണം എന്നിങ്ങനെ റൂമിൽ നിന്ന് വിളിച്ച് പറയും. അയാളെ കൊണ്ട് വേറൊരു കാര്യമില്ല. കഴുത്തിന് താഴെ തളർന്ന് കിടക്കുന്ന 20 വർഷത്തിന് മുകളിൽ കിടപ്പിലാണ്. അപ്പോഴും ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് അയാൾ ആയുസ് നീട്ടിക്കൊടുക്കണമെന്നാണ്. അത് പടച്ചോൻ വെച്ച സ്നേഹമാണ്. അതാണ് മവദ്ദത്ത് റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ.
അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല, നമ്മൾ എപ്പോൾ ഏതൊരു നിമിഷമിലും അയാൾ ഇപ്പോൾ ഒരിക്കലും രാവിലെ പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ കിണറ്റിൻ്റെ മുന്നോട്ട് കയറിയപ്പോൾ വന്നത് കടയ്ക്ക് ഇന്ന് വൈകുന്നേരം ഞാൻ ഈ കിണറ്റിൽ വീണ് മരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച ഒരു അജലെത്തിയാൽ നമ്മൾ ആ മരണം സ്വീകരിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു നിശ്ചയിച്ച പോലെ തന്നെ സംഭവിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ പിടിച്ചു നിൽക്കണം? എന്തിനാണ്? ഈ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഒരു വാക്കാകട്ടെ, നമ്മുടെ സംസാരം, നമ്മളെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക്. ഇനി അതല്ലേ നമ്മൾ ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പം നമ്മൾ വിരൽ തുമ്പ് മാത്രം, ഇപ്പോൾ സംസാരിക്കും കൂടി വേണ്ട, നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇനി ടൈപ്പ് ചെയ്യാൻ നേരമില്ലാത്തൊരു വോയിസ് ക്ലിപ്പ് ഇടും. നമ്മളിടുന്നൊരു വോയിസ് ക്ലിപ്പ്, നമ്മൾ എന്തൊക്കെ നമ്മൾ ആക്ഷൻസ് ആയിട്ട് വരുന്നുണ്ടോ അത് മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത് വെറുതെ അല്ല. നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയിട്ട് അള്ളാഹുവിൻ്റെ ഭൂമിയും വെള്ളവും വെളിച്ചവും എല്ലാം ആസ്വദിച്ച് നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിന് ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നോക്കി, സൂറത്തുൽ ഹിജ്റിൻ്റെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫവറബ്ബിക നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ അവരെ മുഴുവൻ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്ത് സഹോദരങ്ങളെ? അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ പറ്റി. അതുകൊണ്ട് നമ്മൾ വെറുതെ ആ ലോകത്തുനിന്ന് ഇങ്ങനെ വൈകുന്നേരമൊക്കെയുള്ള പെണ്ണുങ്ങൾ കൂടി വർത്താനം പറയൽ, ഒരാളെ പച്ചർച്ചി തിന്നുകണമെങ്കിൽ വേറൊരാളെപ്പറ്റി ഉള്ളതല്ലേ പറയണമെന്ന് ഉള്ളത് പറഞ്ഞത് മാത്രം മതി എന്ന് ഒരാൾക്ക് കളവായിട്ട് അത് മതി എന്നാണ്. കാരണം എല്ലാം ഉള്ളത് പറഞ്ഞാൽ കണ്ടതും കേട്ടതും പറയാൻ നിന്നാൽ അത് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോളൂ, എല്ലാം നമ്മളൊരു വാക്ക് പറയണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അതിന് ചോദ്യം ഉണ്ടാകും. അപ്പോൾ എന്ത് നമ്മുടെ വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, ഒന്നുകിൽ നമുക്കത് അനുകൂലമായിട്ട് വരും, നമ്മുടെ വലതുഭാഗത്തെ ഏടിൽ അതിന് വരും. ഒരു നന്മയായിട്ട്, നല്ല കാര്യമാണോ പറഞ്ഞത്, ഒരു നന്മയാണോ നമ്മൾ ചെയ്തത് എങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ കാണും, അത് നമുക്ക് കിട്ടും. അതല്ല നമ്മൾ ഒരു തിന്മയാണോ പറഞ്ഞത് പ്രവർത്തിച്ചത്, ഒരു 10 റുപ്യ ഗൂഗിൾ പേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതൊരു നല്ല കാര്യത്തിനാണെങ്കിൽ അതിനൊരു പ്രതിഫലം കിട്ടും. അതൊരു മോശമായ കാര്യമാണോ, ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണോ, ഒരു തിന്മയാണോ സഹോദരങ്ങളെ, അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും, അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ആ പുറത്തു തരാനുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു ഓഫറാണ് ഈ റമളാൻ എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റമളാൻ്റെ പ്രത്യേകത എന്താ? മൻ സ്വാമ റമളാനൻ ഈമാനൻ വ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ളൊരു ജീവിതങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി, ഇന്ന് നേരം വെളുത്താരപ്പം എന്തൊക്കെ നമ്മൾ ഒരു ളുഹറും അസറും നിസ്കരിച്ചും, സുബഹിയും ളുഹറും അസറും നിസ്കരിച്ചു എന്നല്ലാതെ, പിന്നെ ചിലപ്പം ചില ആൾക്കാർ കുറച്ച് ഖുർആൻ ഓതിയിട്ടുണ്ടാവും. അതല്ലാതെ നമ്മൾ ജീവിതത്തിൽ എന്ത് ഒരു നന്മയായിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്തു? ഇന്ന് വെറുതെ ആലോചിച്ചു, ഈ ഇത്ര നേരം ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേന് നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പരലോകത്ത് വലത് ഭാഗത്ത് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളും ഇടത് ഭാഗത്ത് രേഖപ്പെടുത്താനുള്ള സാധ്യതയുള്ള കാര്യങ്ങളും എത്ര ഉണ്ടാവും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്ത കുറ്റങ്ങൾ മുഴുവൻ, നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും ഏഷണി പറഞ്ഞതും നമ്മൾ ചെയ്ത തിന്മകൾ മുഴുവൻ നമുക്കെതിരായി വരുന്നൊരു വിചാരണ. ആ വിചാരണ എന്ന് പറഞ്ഞാൽ അതിഗൗരവപരമായ വിചാരണയാണ്. നരകവും സ്വർഗവും ഹാജരാക്കിക്കൊണ്ടാണ് വിചാരണ തുടങ്ങുക. 3 ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് ആദ്യം എറിയും.
വിചാരണക്ക് നരകവും സ്വർഗവും കൊണ്ടുവരുന്നാണ്. എന്നിട്ട് 3 ആളുകളെ നരകത്തിലേക്ക് ഇടുമെന്നാണ്. അതാരാണ്? ഖുർആൻ പഠിച്ച, ഖുർആനിൽ അറിവുള്ള ഒരാളാണ് ആദ്യം നരകത്തിലേക്ക് ഇടുക. അനേകം എന്താണ് സ്വത്തുക്കൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്യ സ്വതക്ക കൊടുത്തൊരു മനുഷ്യനെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയണത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തൊരു മനുഷ്യനെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയണത്. എന്നിട്ട് കാരണം എന്താണ്? അയാൾ ജിഹാദ്, അയാൾ ഖുർആൻ പഠിച്ചത് അയാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ല, ജനങ്ങൾ അയാളെപ്പറ്റി വലിയ ഖുർആനിൽ ആലിമാണ്, അറിവുള്ള ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചത്. അയാൾ സ്വതക്ക കൊടുത്ത ആൾ സ്വതക്ക കൊടുത്തത് എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചു കൊണ്ടല്ല, ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി ധർമ്മിഷ്ഠൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ജിഹാദ് ചെയ്ത ആൾ എന്തിനാണ് ജിഹാദ് ചെയ്തത്? അയാൾ വലിയ പോരാളിയാണ്, വില്ലാളി വീരനാണ്, അല്ലെങ്കിൽ ഭയങ്കര പോരാളിയാണ്, യോദ്ധാവാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ജിഹാദ് ചെയ്തത്. അല്ലാതെ അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിച്ചല്ല. ഈ 3 ആളുകളെയാണ് ആദ്യം നരകത്തിലേക്ക് ഇടുക. അങ്ങനെയാണ് വിചാരണ തുടങ്ങുക. അപ്പോൾ നമ്മൾ എല്ലാവരും, അമ്പിയാക്കന്മാർ വരെ അവരുടെ കാര്യത്തിൽ പേടിയിലായിരിക്കുന്നതാണ്. നമുക്കറിയാം, ശുപാർശയ്ക്ക് വേണ്ടി എല്ലാവരും ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുമെന്നാണ്. അപ്പം അവരൊക്കെ പറയും, ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ ബേജാറായി നിൽക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഗൗരവപരമായ അപകടകരമായ ഒരു ദിവസത്തിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളുടെ പേരിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥയിൽ സഹോദരങ്ങളെ, നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അവിടെ രക്ഷപ്പെടാനുള്ള വലിയൊരവസരമാണ് ഈ റമളാൻ എന്നത്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച വീഴ്ചകളെയെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് തരുന്നതാണ്, മാപ്പാക്കി തരുമെന്നാണ്. അത്രയും വലിയ ഒരു പാപമോചനമാണ് റമളാൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, പ്രതിഫലേച്ഛയോടുകൂടെ നല്ലൊരു ആത്മാർത്ഥമായി നോമ്പ് തോറ്റാൽ ആ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അടുത്ത് വലിയൊരു അവസരമാണ് നമ്മളൊരു പിശുക്കനാണോ സഹോദരങ്ങളെ, ആ പിശുക്ക് മാറ്റാൻ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ നോമ്പ് കഴിയുമ്പോൾ ഒരു നല്ല ധർമ്മിഷ്ഠനായി മാറാൻ. നമ്മളൊരു ദേഷ്യക്കാരനാണോ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ പെട്ടെന്ന് ഈറ പിടിച്ചന, ആ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്ന ഒരു പ്രകൃതക്കാരനാണോ സഹോദരങ്ങളെ, എങ്കിൽ അത് മാറാനുള്ള അവസരമാണ് റമളാൻ. പെട്ടെന്ന് ഈറടിച്ചാൻ പാടില്ല നോമ്പോറ്റാൽ. അതുകൊണ്ട് നമ്മൾ ഒരു തമാശ പറയലുണ്ട്, ഒരു നോമ്പിൻ്റെ തലേന്ന് ബസ്സിൽ ഒരു ആജിയാരെ കാൽമേ ഒരു ചങ്ങായിയാണ് ചവിട്ടി. അപ്പോളേ നമ്മളെ നാട്ടിലെ കണക്കന്മാരല്ലേ, ആ ചങ്ങായിയാണ് ചവിട്ടിയപ്പം ആജിയനോട് ചൂടായി എന്ന് പറഞ്ഞു. അപ്പോൾ കണക്കൻ ചോദിച്ചു, ആജിയരെ നോമ്പ് നാളല്ലേ, ഇന്നെന്തിനാ ചൂടാകണമെന്ന്. അപ്പോൾ നാളെ ആജിയർ ചൂടാവുമെന്ന് കണക്കനറിയാം, നോമ്പോറ്റ് പിരാന്താവുമെന്ന്. ഇന്നെന്തിനാ ചൂടാകണമെന്നാണ് ചോദിച്ചത്. അപ്പം അങ്ങനെയാണ് നോമ്പോറ്റാൽ നമ്മളെപ്പറ്റി ആൾക്കാർക്കുള്ള ധാരണ, നോമ്പൈക്കാരൻ വരില്ല വർത്താനത്തിന് കൊണ്ട് ചൂടാവുന്നു. അപ്പം അങ്ങനെ ചൂടാകാൻ പാടില്ല. എന്തെങ്കിലും ഒരാൾ നമ്മളോട് അവിവേകം ചെയ്താൽ എന്താ പറയാൻ പഠിപ്പിച്ച്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞ് കഴിച്ചിലാണ്. നമ്മൾ നോമ്പ് മുറിയണ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാം. ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ലേ. എന്നാലും സഹോദരങ്ങളെ, ചൂടായ നോമ്പ് മുറിയെന്ന് നമ്മൾ കേട്ടിക്കണം, ദേഷ്യപ്പെട്ട നോമ്പ് മുറിയും. തെറ്റ് ചെയ്ത് ഹറാമ് പ്രവർത്തിച്ചാൽ നോമ്പ് മുറിയോ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, നമ്മളൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല, ഒരാളോട് തെറി വിളിക്കാൻ പാടില്ല. ഇതൊക്കെ നോമ്പിൻ്റെ ആത്മാവിനെ ബാധിക്കണ കാര്യം. ഇതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ നിന്നൊക്കെ ഒരു പരിചയം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. അപ്പോൾ നോമ്പിനെ നമ്മൾ അങ്ങനെ തന്നെ കാണാം. നമ്മൾ ദേഷ്യക്കാരനാണെങ്കിൽ ഈ നോമ്പ് കഴിയുന്നതോടുകൂടി ഞാനൊരു ദേഷ്യക്കാരനല്ലാതായി മാറും. നിങ്ങളെ ആരൊക്കെയാണ് നമ്മളെപ്പറ്റി ദേഷ്യക്കാരൻ എന്ന് പറയാറുള്ളത്, അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം. ഈ കഴിഞ്ഞ റമളാനിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കര മാറ്റമുണ്ടല്ലോ, നിങ്ങൾ ദേഷ്യമൊക്കെ മാറിയല്ലോ എന്ന് അത് അത് കുറച്ചൊരു മെനക്കെടേണ്ടി വരും. അങ്ങനെ ഒരു ദേഷ്യക്കാരനിൽ നിന്ന് ദേഷ്യമില്ലാത്ത ഒരാളായി മാറാൻ. പിന്നെ ഒരു അസൂയ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ വരുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുയിന്ത് വരിക, അതിനാണ് അസൂയ അറിയുക. ഒരു ഇഷ്ടക്കേട് വരിക. ഒരു നല്ലൊരു ഫോണുണ്ടോ എൻ്റെ കയ്യിൽ, പുതിയൊരു ഐഫോൺ 14 Pro Max ഒരാളുടെ അടുത്ത് കണ്ടാൽ നമുക്ക് ഇല്ലാത്തിൽ നമുക്കൊരു കുയിന്ത്, അത് നിലത്തേക്ക് ഓൻ്റെ ഒന്ന് ചാടിപ്പോൾ നമുക്കൊരു സന്തോഷം. അതിനാണ് അസൂയ എന്ന് പറയാം. അത് ചാടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. എന്തിനാ? നമ്മളെ ഉള്ളിലൊരു കുയിന്തുള്ളതുകൊണ്ടാണ്, അസൂയ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അസൂയ നമ്മളെ
കാരണം അസൂയ ഒരു വിശ്വാസിക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. നേരെ മറിച്ച് ഓങ്ങനെ നിസ്കരിച്ചിട്ട് നോൻപുലിക്കണ് കാണുമ്പോൾ അസൂയ ഉണ്ടായിട്ട് നമ്മൾ ഓനേക്കാൾ വലിയ നോമ്പുകാരനും നിസ്കാരക്കാരനും ആകണ അങ്ങനത്തെ അസൂയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പരുക്കനാണെങ്കിൽ നമ്മളൊന്ന് സോഫ്റ്റാകാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു പേരിൻ്റെ മുസ്ലിമായ കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെ ഒരു വലിയ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ പോണ ആൾക്കാർ. സഹോദരങ്ങളെ, നമ്മൾ ആഴത്തിൽ വിശ്വാസമുള്ള ഒരു മുഅ്മിനാകാൻ, ഒരു മുഹ്സിനാകാൻ. നിങ്ങൾ നോക്കി, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അതാണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇഹ്സാന് വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നെ, അങ്ങനെയുണ്ടല്ലോ ഒരു ലജ്ജ. ഒരു തെറ്റ് ചെയ്യുമ്പം, നമ്മളിപ്പോൾ ഒരു മോശത്തരം ചെയ്യുമ്പോൾ നമ്മളെ വാപ്പ കാണുന്നുണ്ട്, നമ്മളെ മക്കൾ അറിയുന്നുണ്ട് എന്ന് പറയുമ്പം നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഒരു ലജ്ജ ഉണ്ട് മനുഷ്യന്. അതിനേക്കാൾ വലിയൊരാൾ, അതിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന പടച്ചോന് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് ഒരു തെറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് ചൂടാകുകയാണ്. മക്കളോടോ ഭാര്യനോടോ ഭർത്താവിനോടോ ദേഷ്യപ്പെടുമ്പം എൻ്റെ റബ്ബെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ, അങ്ങനത്തെ ഒരു ലജ്ജ, അങ്ങനത്തെ ഒരു ഇഹ്സാൻ, പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇഹ്സാൻ. അങ്ങനെ ഈ നോമ്പിൽ നമുക്ക് ഒരു മുഹ്സിനാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.